നമുക്ക് സദാപൂർവ്വം നിന്ന് വിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് തനിക്കുള്ളത് ദുർവ്യയം ചെയ്തു. അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശം ആകെ ഒരു കഠിന ക്ഷാമം ഉണ്ടാക്കുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് ആശ്രയം തേടി. അയാൾ അവനെ പന്നികളെ തീറ്റാൻ വഴിയിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിട് കൊണ്ട് വിശപ്പ് മാറ്റുവാൻ അവൻ ആശിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ തന്നിലേക്ക് തിരിഞ്ഞ് അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ കൂലിക്കാർക്ക് സുഭിക്ഷമായി ഭക്ഷണമുണ്ട്. ഞാനോ ഇവിടെ വിശന്നുകൊണ്ട് നശിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. എന്നെ നിന്റെ കൂലിക്കാരിൽ ഒരുവനാക്കേണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. മനസ്സറിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം മേലക്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവേ. ഇവന്റെ കയ്യിൽ മോതിരവും പാദങ്ങളിൽ ചെരുപ്പും അണിയിക്കുവേ. കൊടുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്തെന്നാൽ എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കുവാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതവും നൃത്തവും ഘോഷവും കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് എന്താണ് ഇതൊക്കെ എന്ന് തിരക്കി. അവൻ പറഞ്ഞു, നിന്റെ സഹോദരൻ വന്നിട്ടുണ്ട്. അവനെ സുഖമായി തന്നെ തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ ക്രൂധനായി അകത്ത് കയറാൻ വിസമ്മതിച്ചു. അപ്പോൾ പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നിട്ടില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എൻ്റേതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നമ്മൾ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവൻ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടവനായിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിന് വെളിച്ചത്തിൽ ഞാനൊരു ചലഞ്ച് തരികയാണ്. ഇതിൽ ഏത് കഥാപാത്രമായിട്ടാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സാധിക്കുക? കാരണം ഈശോ പലപ്പോഴും ഓരോ കഥ പറയുമ്പോൾ എൻ്റെ ശ്രോതാക്കളിൽ ഒരാരെയെങ്കിലും അതിനകത്ത് ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇന്നും നമുക്ക് ഓരോരുത്തർക്കും ഐഡൻറ്റിഫൈ ചെയ്യുവാൻ പറ്റുന്ന കഥാപാത്രങ്ങളില്ലാത്തതുകൊണ്ട്. ഒന്ന് ധൂർത്തപുത്രൻ, മറ്റൊന്ന് അവൻ്റെ സഹോദരൻ, മറ്റൊന്ന് അവൻ്റെ പിതാവ്, മറ്റൊന്ന് കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും അവനെ വഴിതെറ്റിക്കുന്ന കൂട്ടുകാർ. ഇതിൽ ഏത് ഭാഗമാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ഇതിൽ അവരുടെ ഓരോരുത്തരുടെയും ഏത് കാലഘട്ടവുമായിട്ടാണ് നമുക്ക് താതാത്മ്യപ്പെടുവാൻ സാധിക്കുക? അത് പറയണമെങ്കിൽ നമുക്കിത് കുറെ കൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, പിന്നെ വഴിതെറ്റിക്കുന്ന കൂട്ടുകാർ. അതായത് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സമ്പൽ സമൃദ്ധിയിലാണ് വളർന്നു വരിക. നാട്ടിലെ പഴയ കാലത്തെ പട്ടിണിയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും അനുഭവിക്കുന്നില്ല.
അവരെല്ലാം നല്ല കാറിൽ, നല്ല വീട്ടിൽ, നല്ല വസ്ത്രവിധാനങ്ങളോടുകൂടി, നല്ല ആഹാരം അവരെന്തെ കഴിച്ചാൽ നമുക്ക് മതിയാകുന്നില്ല, അവർക്ക് വേണ്ട കാര്യം. അങ്ങനെ ഒരു ദുഃഖവും അറിയാതെ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങളെ പോലെയാണ് ഈ ധൂർത്തപുത്രൻ. അവനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവൻ ജനിച്ചധികം താമസിയാതെ എൻ്റെ അമ്മ മരിച്ചു കാണും. അതുകൊണ്ടാണ് അമ്മയെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഈ അമ്മയില്ലാത്ത ദുഃഖം അറിയാതിരിക്കാൻ വേണ്ടി ഈ അപ്പനും ഈ ജ്യേഷ്ഠ സഹോദരനും അവരെ താലോലിച്ച് വളർത്തുകയാണ്. അങ്ങനെ കൊഞ്ചിച്ച് വളർത്തുമ്പോൾ അവരെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കുന്നില്ല. അവൻ ദുഃഖം എന്താണെന്ന് ഒരു തരത്തിലും അവൻ അറിയുന്നില്ല. പക്ഷേ അവൻ വളർന്നു വരുമ്പോൾ അവന്, നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ആദ്യം മാതാപിതാക്കന്മാരെ എല്ലാം ഭയങ്കരമായിട്ട് സ്നേഹിക്കും, അവർ പറയുന്നതെല്ലാം അനുസരിക്കും. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അവർ പിന്നെ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ അധ്യാപകർ പറയുന്നതായിരിക്കും മാതാപിതാക്കന്മാർ പറയുന്നതിനേക്കാൾ അവർക്ക് വിശ്വാസം. കുറെ കൂടി കഴിയുമ്പോൾ അവർ അതൊന്നുമല്ല, മാതാപിതാക്കന്മാരും അല്ല, അധ്യാപകരും അല്ല, അവരുടെ കൂട്ടുകാരാണ് അവരെ സ്വാധീനിക്കുക. നമുക്കറിയാം, പഴയ നമ്മുടെ നാട്ടിലെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പിള്ളേരുടെ അടുത്തൊന്നും ചെലവാകില്ല. അപ്പൊ അത് കാരണം അവർ നമ്മളെല്ലാം പഴഞ്ചരക്കുകളായി അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്കാരമില്ലാത്ത ആളുകളായിട്ട് ഈ കുട്ടികൾ കാണുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഈ ധൂർത്തപുത്രനും തോന്നിയത്. അതായത് എൻ്റെ അപ്പനും എൻ്റെ ചേട്ടനും എല്ലാം ഊരാച്ചികളാണ്, അവരെന്നെ കണ്ടമാനം കഴിഞ്ഞാണിടുന്നു. എൻ്റെ കൂട്ടുകാരെ പോലെ സ്വതന്ത്രരായിട്ട് നടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എനിക്ക് എൻ്റെ കൂട്ടുകാരെ പോലെ എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതുകൊണ്ട് ഇവരിൽ നിന്ന് എങ്ങനെയെങ്കിലും അകന്നു പോകണം. അതിനാണ് കൂട്ടുകാർ അവനെ പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ അവർ പറയുന്നു, ഇവിടെ നീ പുത്രനില്ല, ഒരു രാജകൊട്ടാരത്തിൽ കഴിയുന്നു, നിന്റെ അപ്പൻ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, നിനക്ക് കിട്ടാനുള്ള ജന്മാവകാശം അങ്ങോട്ട് നിർബന്ധിച്ചെന്ന് മേടിച്ചാൽ നിനക്ക് അടിപൊളിയായിട്ട് ദൂരെ പോയി ജീവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവന് ഈ അപ്പനോട് നിർബന്ധം പറയുകയാണ്. അപ്പന് പ്രായമൊന്നും അധികം ആയിട്ടില്ല, വീതം വയ്ക്കാനുള്ള സമയമായിട്ടില്ല. എങ്കിലും അവന്റെ നിർബന്ധം മൂലം ഇവനെ ദുഃഖിപ്പിക്കേണ്ടല്ലോ, കരയിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് അവസാനം ഈ രണ്ടു മക്കൾക്കുമായി വീതം വെച്ച് അവന്റെ വീതം അവന് അവകാശപ്പെട്ടത് കൊടുക്കുകയാണ്. അതായത് അവൻ അധ്വാനിച്ചതല്ല, മറിച്ച് ഈ അപ്പന്റെ മകനായി ജനിച്ചതുകൊണ്ട് മാത്രം അവന് കിട്ടുന്ന ഒരു ഓഹരിയാണ്. ആ ഓഹരിയുമായിട്ട് അവൻ അതെല്ലാം വിറ്റുപിറക്കി അവൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. ആന്റിയോക്യയിലോ അല്ലെങ്കിൽ അതുപോലെ വിജാതിയായ ആളുകൾ വസിക്കുന്ന സ്ഥലങ്ങളിലോ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ അറിയുന്നവരാരും കാണുകയില്ല. അവരോടൊത്ത് പാപികളുടെ കൂട്ടത്തിൽ വസിക്കുമ്പോൾ പാപത്തിൽ അടിച്ചുപൊളിച്ച് സ്വാർത്ഥനായിട്ട് അതുപോലെ തന്നെ സുഖദൂർവതയിൽ അവന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കറിയാം ഈ ഹോളി ലാൻഡില് പലപ്പോഴും ക്ഷാമം ഉണ്ടാകാറുണ്ട്. ഉദാഹരണമായിട്ട് അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ ഈ ഊറെന്ന ദേശമൊക്കെ വിട്ട് അല്ലെങ്കിൽ ഹാരാനൊക്കെ വിട്ട് നീ വാഗ്ദത്ത ഭൂമിയായ കാനാനിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാകട്ടെ പട്ടിണിയായി. ഇനി അവൻ ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. കാരണം ഈജിപ്തിലെ നൈൽ നദിയുടെ അതിൻ്റെ മെഡിറ്ററേനിയൻ കടലിലേക്ക് അടുക്കുന്ന ഭാഗത്ത് ഗോഷൻ എന്ന് പറയുന്ന ഫലഭൂയിഷ്ഠമായ സ്ഥലമാണ്. കാരണം അവിടെ അവർക്ക് ഒരിക്കലും പട്ടിണി ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് അവൻ അവിടെ പോയി തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെയാണ് യാക്കോബിന്റെ 12 മക്കള് ഉള്ള സമയത്ത് പട്ടിണിയായി ജോസഫ് അവിടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അവര് അവിടെ കുടിയേറേണ്ടി വരിക എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ എന്ന സ്ഥാനത്ത് അവിടെ പട്ടിണിയായി. ഒരു തരത്തിലും ജീവിക്കാൻ മാർഗമില്ല, ആഹാരത്തിന് മാർഗമില്ലാതെ വന്നപ്പോഴാണ് അവൻ വിജാതിയായ ഒരു മനുഷ്യന്റെ അവിടെ ചെന്ന് കൂലിപ്പണിക്ക് ചോദിക്കുന്നു. രാജകൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു മകനാണ്, എല്ലാം നശിച്ചു. കാരണം കൂട്ടുകാരുടെ കൂടി ധൂർത്തടിച്ചെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഇവിടെ ഒരു ജോലി നേടുന്നു. പക്ഷെ ജോലിയോ കിട്ടുന്നത് യഹൂദന്മാർക്ക് ഏറ്റവും മ്ലേച്ഛമായ ഒരു ജോലി, പന്നികളെ മേയ്ക്കുക. പന്നി എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും അറപ്പുള്ള ഒരു മൃഗമാണ്. കാരണം ബലിവേദിയിൽ സമർപ്പിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ ഒരിക്കലും പന്നിയുടെ ഇറച്ചി ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ മ്ലേച്ഛമായ ഈ പന്നികളെ മേയിക്കുന്ന അത്രയേറെ അവൻ അധപ്പതിച്ചു, അത്രയേറെ എളിമപ്പെട്ടു. പക്ഷെ ആ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കഴിക്കാൻ യജമാനൻ അവനെ സമ്മതിക്കുന്നില്ല. അത്രയേറെ തകർന്ന തരിപ്പണമായ ആള് എന്താ ചെയ്യുക? നമ്മുടെയൊക്കെയാണ് പറയും, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്താൽ മതി, ഇപ്പോഴത്തെ വേണ്ടതാ. നമ്മുടെ പല ആളുകൾ അതാണ് ചെയ്യുക. പിന്നെ എനിക്ക് ഇനിയിപ്പോ വേറൊരു ഒരു മോചനമില്ല. യൂദാസ്കറിയാത്ത അതാണ് ചെയ്തത്. ഞാൻ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു, ഇനിയിപ്പോ എന്ത് ചെയ്യാം? കാരണം ഞാൻ ഇനി ഗുരുവിന്റെ അടുത്ത് ചെന്ന് ക്ഷമ ചോദിക്കാൻ പോയാൽ ഗുരു എന്നോട് എല്ലാം ചോദിക്കും. എന്റെ കൂട്ടുകാരായിട്ടുള്ള ശിഷ്യന്മാരെന്നെ കളിയാക്കുകയില്ലേ, നീ ഗുരുവിനെ ഒറ്റിക്കൊടുത്തില്ലേടാ എന്ന് പറഞ്ഞതുപോലെ ഇവനും ഒരു നോട്ട് മോർണിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ദൈവപരിപാടിയിൽ അവർ സുബോധമുണ്ടായി. നമുക്ക് പലപ്പോഴും സുബോധമില്ലാതെ ഈ ധൂർത്തപുത്രനെ പോലെ നമ്മൾ നടക്കുകയാണ്. കാരണം സഭയിൽ നിന്ന് ഓടിയാകുന്നത്, ദൈവത്തിൽ നിന്ന് മകന്ന്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് മകന്ന് താന്ത്രികമായി ജീവിക്കുക. അപ്പോഴേ അഭിമാനം കൊള്ളുകയാണ്, എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ പല ആളുകൾ. നമ്മളെ പലപ്പോഴും സ്വാധീനിക്കുന്നത് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ പിയർ പ്രഷർ, നമ്മുടെ സോഷ്യൽ മീഡിയ. കുട്ടികളെയല്ല,
മുതിർന്നവരെ കാര്യമായി ബാധിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുകയില്ല. പന്നിക്ക് കടി കിട്ടുമ്പോഴാണ് അവൻ മുകളിലേക്ക് നോക്കുക എന്ന് പറയും. ഇവൻ എന്തായാലും മുകളിലേക്ക് നോക്കാനുള്ള ഒരു സുബോധമുണ്ടായി. അപ്പോഴാണ് അവൻ ആലോചിക്കുന്നത് അവന്റെ അപ്പനെ കുറിച്ചല്ല. എന്റെ അപ്പം വേദനിക്കുന്നുണ്ടാവും, ഞാൻ തിരിച്ചു വരുന്നത് പ്രതീക്ഷിക്കുന്നുണ്ടാവും, അല്ലെ എന്റെ ജ്യേഷ്ഠൻ പണ്ടൊക്കെ എന്നെ എന്തുമാത്രം സ്നേഹിച്ചതാണ്, ഞാൻ എന്നെ തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇതൊന്നും അവൻ ചിന്തിക്കുക. അവന്റെ വിശപ്പുറത്തപ്പോഴും അവൻ ഓർത്തു, എന്റെ നാട്ടിൽ എന്റെ വീട്ടിലെ ജോലിക്കാരെ കുറിച്ച് അവൻ ഓർത്തു. അവരൊക്കെ ഇന്ന് സുഖസുഖമായിട്ട് കഴിയുന്നു. ഇവിടെ ഞാൻ കൂലിപ്പണി ചെയ്യാമെന്ന് വെച്ചിട്ട് പോലും ഈ പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും എനിക്ക് തരുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകും. ഈ പിതാവിന്റെ അടുക്കൽ എങ്ങനെയെങ്കിലും ഈ ഒരു ജോലി കിട്ടണം. വേറെ ആർക്കും ജോലി തരാൻ മാത്രമുള്ള സൗകര്യമില്ല. അതുകൊണ്ട് പിതാവിന്റെ അടുക്കൽ ചെന്ന് പിതാവിനോട് പറയും, അങ്ങേക്കെതിരായ മാത്രമല്ല സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ എന്റെ സഹോദരനെതിരായി, എന്റെ ജീവിത പങ്കാളിക്കെതിരായി, എന്റെ അയൽക്കാർക്കെതിരായി ഞാൻ ജോലി പാപം ചെയ്യുമ്പോൾ അവരെ മാത്രമല്ല ദൈവത്തിന്റെ ആ പ്രമാണത്തെയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ കരുതലിന് എതിരായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുക. അതുകൊണ്ടാണോ പറയുക, ഞാൻ അങ്ങേക്കെതിരായി സ്വർഗത്തിനെതിരായി പാപം ചെയ്തു പോയി. ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ലാത്തത് കൊണ്ട് എനിക്കൊരു ജോലി തരണം. അവിടെ അവൻ അവന്റെ അഭിമാനം മുഴുവൻ കളയുകയാണ്. കാരണം അവന്റെ കൂട്ടുകാരൊക്കെ എങ്ങനെ അവനെ കാണും, അവന്റെ ജോലിക്കാർ അവനെ എങ്ങനെ പുച്ഛത്തോടുകൂടിയായിരിക്കും അവനൊരു ജോലിക്കാരനായിട്ട് പ്രവർത്തിക്കുക. എങ്കിൽ പോലും അവൻ ആത്മഹത്യ ചെയ്യാതെ നിരാശപ്പെടാതെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് പിതാവിന്റെ റിയാക്ഷൻ. പിതാവ് ദൂരെ തന്നെ ഈ മെലിഞ്ഞ ഒരു ഭിക്ഷക്കാരനെ പോലെ വരുന്ന മകനെ കണ്ടപ്പോഴേ തിരിച്ചറിയുകയാണ്. അവന്റെ അടുത്തേക്ക് ഇവൻ ഓടിയെത്തുകയാണ്. പിതാവിനെ അങ്ങോട്ട് ഓടിച്ചെന്ന് അവനെ ആശ്ലേഷിച്ച് ചുംബിക്കുകയാണ്. പിന്നെയുള്ള ആ പിതാവിന്റെ റിയാക്ഷനാണ് അവനെ ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പിക്കുവാനായിട്ട് ദാസന്മാരോട് പറയുന്നു. അതിന് കാരണം ഒരു രാജകൊട്ടാരത്തിൽ വസിക്കുന്ന ഒരു പ്രഭുവാണ് ഈ പിതാവ്. അപ്പൊ അതുകൊണ്ട് ഈ പിതാവിന്റെ മകനെ അവനെ കുളിപ്പിച്ച് അവന്റെ നല്ല വേഷം ധരിപ്പിക്കുവാനായിട്ട് പറയുന്നു. അതുപോലെ തന്നെ അവന് അധികാരചിഹ്നമായ മോതിരം കൊടുക്കുന്നു. നമ്മളൊക്കെ മോതിരം അണിയുന്ന ഒരു അലങ്കാരത്തിന് വേണ്ടിയായിരിക്കാം. പക്ഷേ ഈ മോതിരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലെയാണ്. അതായത് ഈ പഴയ കാലത്ത് രാജാക്കന്മാർക്ക് അവർ ചിലപ്പോൾ പ്രധാനമന്ത്രിക്ക് ഒരു മോതിരം കൊടുക്കും. ഫറവോ രാജാവ് അന്ന് യോസഫിന് ഒരു മോതിരം കൊടുത്തു. ആ മോതിരം കൊണ്ട് മുദ്രയടിച്ചാൽ രാജാവിന്റെ അധികാരം ഉപയോഗിക്കുന്ന ആ മുദ്രയാണ്, സീലടിക്കുകയാണ്. അപ്പൊ ആ അധികാരത്തിന്റെ കുടുംബത്തിലെ അധികാരം അവന് കൊടുക്കുകയാണ്. വീണ്ടും അവനെ കൊണ്ട് പാദരക്ഷ അണിയിക്കുകയാണ്. ഇവരെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പലതും, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം പോലും ചെരുപ്പിട്ടിട്ടില്ല. ചെരുപ്പിട്ട് നടക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടങ്ങളിൽ ആ റോയൽ കുടുംബങ്ങളിലുള്ളവർക്ക് മാത്രം അനുവദനീയമാണ്. അപ്പൊ അതുകൊണ്ട് ഇവനെ നല്ല മേൽത്തര വസ്ത്രം ധരിപ്പിക്കുന്നു, അവൻ അധികാരചിഹ്നമായ മോതിരം കൊടുക്കുന്നു, അവന് വേണ്ടി പാദരക്ഷ കൊടുത്തു. ഇനി അതിനുശേഷം അവന് വേണ്ടി കൊഴുത്ത കാളയെ കൊല്ലുന്നു. എന്താണ് കൊഴുത്ത കാള എന്ന് പറയുക? ഞങ്ങളുടെയൊക്കെ വീട്ടില് പഴയ കാലത്ത് നല്ല ഒരു കോഴിപ്പൂവനെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ കോഴിപ്പൂവനെ എന്തിനാ കൊല്ലാൻ വേലെന്ന് ചോദിക്കും. പറയാം, അല്ല, അത് വിരുന്നുകാർ വരുന്ന സമയത്ത് മാത്രം കൊല്ലാനായിട്ട് പ്രത്യേകം പാലിച്ചുകൊണ്ടിരിക്കുന്ന കോഴിപ്പൂവനാണ്. അപ്പോൾ ചില പരിപാടികളൊക്കെ വരാനിരിക്കുന്ന അറിയാം. എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനങ്ങള് ചില കാളക്കുട്ടിയെ ഒരു പ്രത്യേകമായിട്ടൊരു കാളയെ വളർത്തും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് ജവാലികൾ അർപ്പിക്കുന്ന കാള കൊഴുത്തതായിരിക്കണം, ന്യൂനമറ്റതായിരിക്കണം. അതുപോലെ തന്നെ വിശിഷ്ട വിവാഹ സദ്യകളോ ഒക്കെ വരുമ്പോൾ കൊല്ലുന്ന കാള, അതിനു വേണ്ടിയിട്ട് കൊഴുപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു കാളയുണ്ടാകും. ആ കാളയെയാണ് കൊഴുത്ത കാള എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. ഈ പ്രത്യേകമായ ഈ കാളയെ അവന് കൊല്ലുകയാണ്. അങ്ങനെ നല്ല ആഘോഷം നടത്തുകയാണ്. ഇതുപോലെ തന്നെയാണ് പാപികളായ നമ്മുടെ മാമോദീസായിലൂടെ ദൈവം നമ്മളെ ഉദ്ധരിക്കുന്നത്. അതായത് നമ്മുടെ പാപികളായ നമ്മുടെ ദേവാലയത്തിലേക്ക് ആദ്യമായി സ്വീകരിക്കുമ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളെ കഴുകി വിശദീകരിക്കുന്നു. നമുക്ക് പട്ടുവസ്ത്രം നൽകിയതുപോലെ നമുക്ക് നമ്മുടെ പാപമാലിന്യത്തിന്റെ പ്രതീകമായ കളറുള്ള ഉടുപ്പ് മാറ്റിയിട്ട് നല്ല വെള്ളവസ്ത്രം നമ്മളെ ധരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് തൈലം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യുകയാണ്, രാജകുമാരനായിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ സഭയിലെ അംഗമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് കത്തിച്ച ദീപം തരികയാണ്. ഇനി നമുക്ക് ആത്മീയമായ അന്ധകാരത്തിലല്ല, നീ പ്രകാശത്തിലാണ് നയിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കിരീടം നൽകുകയാണ്. അതായത് നീ സ്വർഗരാജ്യത്തിലെ രാജകുമാരനായിട്ട് രാജകുമാരിയായിട്ട് ജീവിക്കുവാനുള്ള അവകാശം നൽകുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന എഴുന്നേറ്റ് നൽകിക്കൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് വിരുന്ന് നൽകുകയാണ്. ആ വിരുന്നിലൂടെ നമ്മളെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ നൽകി നമ്മളെ പോഷിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അതുവരെ നമുക്ക് ഇല്ലാത്ത അവകാശം നൽകുകയാണ്, പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള കർത്തൃപ്രാർത്ഥന ചെയ്യുവാനുള്ള അവകാശം. അങ്ങനെ വ്യവസ്ഥകൾ
തടസ്സങ്ങളില്ലാതെ നമ്മളെ സ്വീകരിക്കുന്ന ആ ദൈവത്തിന്റെ വലിയ കാരുണ്യം, അതാണ് നമ്മൾ ഈ പിതാവായ ദൈവത്തിൽ നമ്മൾ കാണുക. അതുകൊണ്ടാണ് ഈശോ പറയുക, അല്ലെങ്കിൽ ദൈവം പറയുക, നിന്റെ പെറ്റമ്മ നിന്നെ മറന്നാലും. ചില അമ്മമാരുണ്ട്, ചിലപ്പം വിവാഹം കഴിക്കാതെ ജനിച്ചാൽ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കുന്നുകളയും, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ നിന്റെ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ വലിയ കാരുണ്യം ഇവിടെ ഈശോയില് നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് മെത്രാന്മാരെയോ വൈദികരെയോ നിങ്ങൾ എത്ര അധിക്ഷേപിച്ചാലും അവർക്ക് ആർക്കും നിങ്ങളോട് പ്രതികാരം ചെയ്യുവാൻ സാധിക്കാത്തത്. കാരണം ഒരു പിതാവിനെ എത്രയേറെ അധിക്ഷേപിച്ചാലും അവരെ കരുണയോടുകൂടി സ്വീകരിക്കുവാനുള്ള സന്നദ്ധതയാണ് പിതൃസഹജമായ വാത്സല്യം. അതുകൊണ്ടാണ് നിങ്ങളുടെ മക്കള് എന്തെല്ലാം വഴിതെറ്റി പോയാലും നിങ്ങൾ അവരുടെ മക്കളായിട്ട് തന്നെ സ്വീകരിക്കുന്നത്, രമ്യപ്പെടുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി ഇത് കഥയുടെ ഒന്നാം ഭാഗമാണ്. പക്ഷെ ഇതിന് രണ്ട് ഡബിൾ എഡ്ജഡ് വാളുകൾ എന്നാണ് പറയുക. ചില വാളുകൾക്ക് ഇരുതല വാളുണ്ട്, രണ്ട് സൈഡും മൂർച്ചയുള്ളതുപോലെ രണ്ട് തരം സന്ദേശമാണ്. ഒന്ന്, ഈ ദൂതപുത്രനെ പോലെ നമ്മൾ പശ്ചാത്തലിക്കണം. അതുപോലെ തന്നെ പശ്ചാത്തലിച്ച് വരുന്നവരെ ഈ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ അല്ലെങ്കിൽ ഈ നമ്മൾ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകണം എന്നുള്ളത്. ഇനി രണ്ടാം ഭാഗം അതിനേക്കാളും ഗൗരവമായ ഒരു കാര്യമാണ്. അതായത് ജ്യേഷ്ഠ സഹോദരൻ, അവന് വൈദ്യുതി ആയിരുന്നു. അവനോട് ചോദിക്കാതെ തന്നെ അപ്പൻ ഒരു വലിയൊരു വിരുന്ന് ഒരുക്കുന്നു, കൊടുത്ത കാലക്കുട്ടിയെ കൊടുക്കുന്നു, എല്ലാ അധികാരങ്ങളും കൊടുക്കുന്നു. അങ്ങനെ വലിയ ആഘോഷം കേൾക്കുമ്പോൾ ഇവരെ കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, തന്റെ കുടുംബത്തിലെ വിഹിതമെല്ലാം വാങ്ങിച്ചു പോയ ആ തലതെറിച്ച മകൻ അവൻ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ അപ്പനോട് പറയുന്നത്, അവൻ വേശ്യകളോടൊത്ത് നിന്റെ സമ്പത്ത് മുഴുവൻ തൂർത്തടിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ അവന് വേണ്ടി നീ കൊടുത്ത കാലക്കുട്ടിയെ കൊന്ന് ഇത്രയും വലിയ വിരുന്ന് ആഘോഷിക്കുകയാണോ? അവൻ സഹിക്കാൻ പറ്റുന്നില്ല. ഇത് ആരെയാണ് ഈശോ ഉദ്ദേശിക്കുന്നത്? ആ കാലഘട്ടത്തിൽ ഫരിസയര്, നിയമജ്ഞര്, സദുക്കായര്, ഞങ്ങൾ നിയമങ്ങളെല്ലാം പാലിക്കുന്നു, ഞങ്ങൾ ദശാംശം കൊടുക്കുന്നു, ഞങ്ങൾ ദൈവാലയത്തിൽ അർപ്പിക്കേണ്ടതായ എല്ലാം അർപ്പിക്കുന്നു, ഞങ്ങൾ പല മണിക്കൂറുകളിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ പരസ്യഭാവികൾ, ഈ വേശ്യകൾ, ഈ ചുങ്കക്കാര്, അവരെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവരെ എല്ലാവരെയും സ്വീകരിക്കുന്നു. കർത്താവ് വരുന്നു പറയുന്നു, മുമ്പന്മാർ ബിംബന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുന്നു. പക്ഷേ കർത്താവിനോട് ചേർന്ന് അവരെ സ്വീകരിക്കുവാനുള്ള മനോഭാവം ഇല്ലാതെ പോകുന്ന ഈ ജ്യേഷ്ഠൻ അവനെ വീട്ടിൽ പോലും കയറാൻ തയ്യാറാകുന്നില്ല. അപ്പോഴും അപ്പൻ കാരുണ്യത്തോടെ വീട് വിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ഈ ഇളയ മകനെ സ്വീകരിക്കാൻ പോയപ്പോൾ തന്നെ അപ്പൻ ഈ മൂത്ത മകനെ സ്വീകരിക്കാനായിട്ട് താഴെ ഇറങ്ങി ചെന്നിട്ട്, എന്റെ മോനെ, നീ എന്താണ് പ്രശ്നം? അപ്പം അവൻ പറയുകയാണ്, എനിക്ക് വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരോട് അടിച്ചു പൊളിക്കാനായിട്ട് ഒരു കാലക്കുട്ടിയെ പോലും തന്നില്ല, ഞാൻ നിനക്ക് വേണ്ടി അടിമപ്പണം ചെയ്യുകയല്ല ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, നീ എന്റെ മകനല്ലേ, നിനക്കുള്ളതല്ലേ ഇതല്ല. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്, ഞാനും അപ്പനും കൂടെ കൂടി, പിന്നെ അവനെല്ലാം പോയി കഴിഞ്ഞ് അധ്വാനിച്ചുണ്ടാക്കിയത് നമ്മുടെ സമ്പത്താണ്, അത് ഞാൻ അവനുമായിട്ട് പങ്കുവയ്ക്കണം. പക്ഷെ പങ്കുവയ്ക്കണം, അതാണ് അപ്പൻ പറയുക. ആ വർഷത്തോടെ ആ അപ്പനെ ഒപ്പം ചേർന്ന് ആ ജ്യേഷ്ഠ സഹോദരൻ സ്വീകരിക്കുവാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് ഓപ്പണന്റഡായിട്ടുള്ള ഒരു സ്റ്റോറിയായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചില സിനിമകൾ അങ്ങനെയാണ്, ചിലത് ഓപ്പണന്റഡായിട്ട് അവസാനിപ്പിക്കും. ഇതിന്റെ ഭാവി എന്താണ് അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതായത് ഈ ജ്യേഷ്ഠ സഹോദരനെ പോലെ മറ്റുള്ളവരെ, പാപികളായിട്ടുള്ളവരെ സ്വീകരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ വരികയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ചോദിച്ച ചലഞ്ച് ഇതാണ്: നമ്മൾ ഈ ധൂർത്തപുത്രന്റെ ഒന്നാം ഘട്ടത്തിലാണോ രണ്ടാം ഘട്ടത്തിലാണോ നിൽക്കുക? നമ്മൾ ഈ ജ്യേഷ്ഠ സഹോദരന്റെ ഒന്നാം ഘട്ടത്തിലാണോ രണ്ടാം ഘട്ടത്തിലാണോ നിൽക്കുക? ഈ ധൂർത്തപുത്രനെ നശിപ്പിക്കുവാനായിട്ട് ഇടയാക്കി തീർത്ത മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ വഴിപിഴച്ച് കള്ളും കുടിച്ച് അവരുടെ കൂടെ ഇരുന്ന് പള്ളിയെ കുറ്റം പറഞ്ഞ് സഭയെ കുറ്റം പറഞ്ഞ് സഭയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആ കൂട്ടത്തിൽപ്പെട്ടവരാണോ നമ്മൾ? അതോ നമ്മൾ രമ്യപ്പെടുവാൻ വേണ്ടി മറ്റുള്ളവരെ സ്വീകരിക്കുന്ന, അവരെ പശ്ചാത്തലിക്കുമ്പോൾ അവരെ സ്വീകരിക്കുന്നവരാണോ? പശ്ചാത്തലിക്കാതെ ആരെയും രക്ഷപ്പെടുത്തുവാൻ ദൈവത്തിന് പോലും കഴിയുകയില്ല. കാരണം അതുകൊണ്ടാണ് പല ആളുകളും കർത്താവിന്റെ ഇടതുഭാഗത്തായി പോകുക. കർത്താവ് ഈ ജ്യേഷ്ഠ സഹോദരനെ മകനെ അനിയനെ തേടി പോകുന്നില്ല എങ്കിലും ഇവിടെ ദൈവം, പിതാവായ ദൈവം തന്റെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ പുത്രൻ തമ്പുരാനെ ഈശോ ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മളോടെല്ലാം ഈ പിതാവിന്റെ കാരുണ്യം എന്താണ്, സ്നേഹം എന്താണ് എന്ന് പഠിപ്പിക്കുവാനായിട്ട്. എങ്കിൽ പോലും മനസ്സറിയുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മളെ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ക്രിസ്തുനാഥൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ മറ്റേ ജ്യേഷ്ഠ സഹോദരനെ പോലെ അല്ല ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുവാനാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ധൂർത്തപുത്രനെ പോലെ പശ്ചാത്തലിക്കണം. അവന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ അല്ല
മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾ തയ്യാറാകണം. എൻ്റെ പിതാവിനെ പോലെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള കൃപ നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് ആ കാരുണ്യത്തിനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.